എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ടേസ്റ്റ് ഓഫ് ലവിൽ അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് ഒരു കട്ട്ലറ്റിൻ്റെയാണ്. വെജിറ്റബിൾ കട്ട്ലറ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങൾ: ഒരു സവാള, അത് കുഞ്ഞതായിട്ട് അരിഞ്ഞ് അതിൻ്റെ കൂടെ ഒരു ഇഞ്ചിയുടെ കഷ്ണവും കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പുഴുങ്ങി വെച്ചിരിക്കുന്നത് ഒരു ബീട്രൂട്ട്, ഒരു ക്യാരറ്റ്, 2 പൊട്ടറ്റോ എന്നിവ ഞാൻ പുഴുങ്ങി വെച്ചിരിക്കുകയാണ്. അതിനകത്ത് ഈ ബ്രെഡ് പൊടിച്ചപ്പോൾ അതിൻ്റെ കുറച്ച് പൊടി മിക്സിയുടെ ജാറിലുണ്ടായിരുന്നു, ഞാൻ ഇതിനകത്തോട്ട് ഇട്ടതാണ്. പിന്നെ ഒരു മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് റസ്കിൻ്റെ പൊടിയും ഇത് ബ്രെഡിൻ്റെ ക്രംസുമാണ്, അത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനാവശ്യമായിട്ട് ഉള്ളത് ഇത് മൈദയും കോൺഫ്ലവറും കൂടി ഞാൻ ഇച്ചിരി ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് മിക്സാക്കി വെച്ചാണ്. കോൺഫ്ലവർ ഇട്ടുകൊണ്ട് ഇതിങ്ങനെ ഇച്ചിരി കൂടെ കട്ടിയായിട്ട് വരും. നമ്മൾ ആ സമയത്ത് നമുക്ക് പരുവത്തിനനുസരിച്ച് ഇച്ചിരി ലൂസാക്കി കൊടുത്താൽ മതി. ഇതിനകത്ത് ഡിപ്പ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഇത് റസ്കിൻ്റെ പൊടിയിലും ബ്രെഡിൻ്റെ ക്രംസിനകത്തും മുക്കിയെടുക്കുന്നത്. പിന്നെ ഞാൻ പാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് ആദ്യം ഇച്ചിരി ഓയിൽ ഒഴിച്ച് കൊടുത്ത് ചൂടാക്കാം. അതിന് മുമ്പ് വേണ്ട, നമുക്ക് പാൻ ഒഴിച്ച് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് ആദ്യം ഈ സവാളയും ഇഞ്ചിയും കൂടെ ഉള്ളത്, അപ്പോൾ നമുക്ക് അതൊന്ന് വഴറ്റിയെടുത്തിട്ട് വേണം നമുക്ക് ബാക്കി ഇത് ഉണ്ടാക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് വഴറ്റാൻ മതി. പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി എണ്ണ വേണ്ട, വളരെ കുറച്ചെണ്ണം മതി. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചിയും കൂടെ ഒന്ന് വഴറ്റണം. ഇത് എണ്ണയൊന്ന് ചൂടായി വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ നമുക്കിങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചു. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. പച്ചമുളക് ചേർക്കേണ്ടവർക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പച്ചമുളക് ചേർക്കാം. പക്ഷേ ഞാനിവിടെ പൊടിയാണ് ഉപയോഗിക്കുന്നത്, മുളക് പൊടിയായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് പച്ചമുളക് ഞാൻ ഇതിനകത്ത് ഇപ്പം ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് സവാളയും ഇഞ്ചിയുമാണ് ചേർത്തിരിക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് വഴന്നതിന് ശേഷം നമുക്ക് ബാക്കി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സാധനവും പൊടികളും മസാലയും ഒക്കെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്ര ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഒന്ന് നന്നായിട്ട് ഇതുമായിട്ട് യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസാണിത്. അപ്പം ഇതിനകത്തേക്ക് ഞാൻ പറഞ്ഞിട്ട് പൊട്ടറ്റോ 2 ഒരു ബീട്രൂട്ട്, അതുപോലെ ഒരു ക്യാരറ്റുമാണ് ഇത്. ഇപ്പം ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി, ഇപ്പോൾ സവാള നമ്മൾ വഴറ്റാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ടല്ലേ, അത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് മുളക് പൊടി, ആവശ്യത്തിന് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനിയും പച്ചമുളക് ഇട്ടവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ ഞാനിവിടെ മുളക് പൊടിയാണ് ഇടുന്നത്. അതുപോലെ തന്നെ നമ്മൾ സവാള വഴറ്റാൻ ചേർത്തപ്പോൾ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും മസാലകളോ വല്ലതും ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. അപ്പം ഞാൻ ഈ സമയത്ത് ഇതിനകത്ത് മസാലയൊന്നും ചേർക്കുന്നില്ല. ആണെങ്കിൽ ഇതുപോലെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം ഇതിലേക്ക് നമ്മൾ ആ പുഴുങ്ങി വെച്ചിരിക്കുന്ന സാധനങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാൻ പോകണം. അപ്പം ഞാൻ പുഴുങ്ങി വെച്ചത് ചേർക്കാം. ഇനിയും വേണ്ടവർക്ക് ഗരം മസാല മാത്രം ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. കുരുമുളക് പൊടി ചേർക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഞാനിപ്പം ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇതിനകത്തിപ്പം വേറെ മസാലയൊന്നും ചേർത്തിട്ടില്ല.
വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി ഗരം മസാല ഉണ്ടെങ്കിൽ അത് ചേർക്കാം. വീട്ടിൽ പൊടിച്ച് തന്നെ എടുക്കുകയാണെങ്കിൽ അതാണ് നല്ലത്, ഏത് പൊടിയാണെങ്കിലും. അപ്പം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ സവാള വഴറ്റാനകത്ത് തന്നെ ഉപ്പിട്ടായിരുന്നു, അതുകൊണ്ട് ഇപ്പം ഇതിനകത്ത് വേറെ ഉപ്പിട്ടിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് ഉപ്പ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഇതിൽ ലാസ്റ്റിൽ നമുക്ക് ചേർത്ത് ഇച്ചിരി കൊടുക്കാം. ഒത്തിരി കുഴഞ്ഞു പോകാതെ തന്നെ അത് വേവിച്ച് എടുക്കാൻ നോക്കുക, എന്നെങ്കിലേ അത് കൃത്യമായിട്ട് നമുക്ക് പരുവത്തിന് കട്ട്ലറ്റിൻ്റെ പരുവത്തിലേക്ക് നമുക്ക് ആയി കിട്ടത്തില്ല. ഇനി തക്കാളി ചേർക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചേർക്കാം, അല്ലെങ്കിൽ സോസ് ആണ് ചേർക്കാൻ താല്പര്യമുള്ളവരെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. പക്ഷേ എന്ത് ചേർത്താലും വെള്ളം പരുവത്തിലായാലേ നമുക്കിങ്ങനെ കൈ വെച്ച് ഉരുട്ടാൻ പാകത്തിനുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ എല്ലാം ആക്കിയെടുക്കുക. അപ്പം ഞാനിപ്പം ഇതിനകത്ത് എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് പൊടിയുടെയൊക്കെ ഒന്ന് പച്ചമണം മാറണം അല്ലേ, അതുവരെ നമുക്കിതൊന്ന് ഗ്യാസിൽ തന്നെ വെക്കാം. വേണമെങ്കിൽ ഒരല്പം വെളിച്ചെണ്ണ നമുക്കിതിൻ്റെ മുകളിലൊന്ന് തൂക്കി വിടാം. ഈ സമയത്ത് മല്ലിയിലയോ അങ്ങനെ കട്ട് ചെയ്തിടേണ്ടവർക്ക് അതും കൂടെ കട്ട് ചെയ്ത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചേർക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ ആഫ്രിക്കൻ മല്ലിയുടെ ഇല എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്കതും കൂടി ഇതിനകത്തേക്ക് കട്ട് ചെയ്ത് പോകും. ഈ സമയത്ത് ഗ്യാസ് ഫ്ലെയിം കുറച്ചിടുക കേട്ടോ. അപ്പം ഇതിലേക്ക് ഞാൻ ഈ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഞാൻ പറഞ്ഞത് ഇതിൻ്റെ മുകളിൽ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്കത് നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒരു തുള്ളി മതി, ഒത്തിരി അങ്ങോട്ട് ഒഴിക്കുകയൊന്നും വേണ്ട, വളരെ കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്ത് ചൂടാറിയതിന് ശേഷം വേണം നമുക്കിത് ഉരുട്ടി എടുക്കാനായിട്ട്. ആ പച്ചമണമൊക്കെ പൊടിയുടെ മാറി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇട്ടിട്ട് നമുക്ക് ഇത് ചൂടാറിയതിന് ശേഷം ചെറിയ ചെറിയ ഉരുളകളാക്കിയെടുത്ത് നമുക്ക് ബാക്കി ഇതിൻ്റെ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ മതിയോ, ഇതിന് എല്ലാം മതിയോ, കറക്റ്റാണോ എന്നൊക്കെ നോക്കുക. ഞാനിപ്പം ചേർത്ത് അത്ര ഉപ്പ് മാത്രമേ ഇതിനകത്ത് ഇട്ടിട്ടുള്ളൂ. ഇപ്പം വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് കൂടുതൽ ചേർക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇത്രയും മാത്രമേ ഇപ്പം ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിനി ഞാൻ ഗ്യാസ് ഫ്ലെയിം ഓഫ് ആക്കുവാണ്. ചൂടാറിയതിന് ശേഷം നമുക്കിത് നോക്കാം. ഇതിലേക്ക് ഞാൻ ഇതിൻ്റെ മുകളിൽ ഞാൻ പറഞ്ഞില്ല വെളിച്ചെണ്ണ, നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് തൂക്കി കൊടുക്കാം. അത് ഗ്യാസ് ഫ്ലെയിം ഓഫ് ആക്കുന്നതിന് കുറേ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്താലും മതി. നമുക്ക് നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെയും കറക്റ്റായിട്ട് നമുക്കതൊന്ന് ആയി കിട്ടും. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം വേണം നമുക്കിനി ബാക്കിയെല്ലാം ചെയ്യാനായിട്ട്. ഓക്കെ, ആദ്യം ഉപ്പ് കുറച്ചിടുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, ഒത്തിരി ഉപ്പ് വാരി ആദ്യം ഇടരുത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ഇത് ചൂടാറാൻ വെച്ചിരുന്നതാണ്. അപ്പം ഇതേപോലെ നമ്മൾ ചെറിയ ഉരുളകളാക്കി ഇതിനെ നമുക്ക് ആക്കിയെടുക്കണം. അപ്പം വെള്ളം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെള്ളത്തിൻ്റെ അംശം ഒന്നും വാരിക്കൊരി ഒഴിക്കരുത്, വളരെ കുറച്ച് മാത്രമേ ഒഴിക്കാവുള്ളൂ. അതുപോലെ വേവുമ്പോഴാണെങ്കിലും ഒത്തിരി അങ്ങ് വെന്ത് ഉടഞ്ഞു പോകരുത്. നമ്മൾ ആ ഒരു കൃത്യം പരുവത്തിന് നമ്മൾ വേവിച്ചെടുക്കണം. കിഴങ്ങാണെങ്കിലും ക്യാരറ്റ് ആണെങ്കിലും എല്ലാം ഒത്തിരി അങ്ങ് ഇതാക്കാൻ പോകരുത് കേട്ടോ. അപ്പം ഈ ഒരു പരുവത്തിൽ നമ്മൾ ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാം ആദ്യം. അപ്പം ഞാനത് ആ ഒരു പരുവത്തിനാക്കുവാണ്. നമുക്ക് അപ്പം സൈഡൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണമെങ്കിൽ നമ്മൾ അതിനെ ഇതുപോലെ ഉരുളകളാക്കിയിട്ട് ഒന്ന് നമ്മൾ കൃത്യം കൈ വെച്ച് തന്നെ ഇതുപോലെ ചെറിയ ഉരുളകളാക്കുക. കണ്ടോ, ഇങ്ങനെ ഉരുളകളാക്കിയിട്ട് ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് ഇനി ഇത് മുരിഞ്ഞ് വരണ്ടേ, അപ്പം മുരിഞ്ഞ് വരണമെങ്കിൽ സൈഡൊക്കെ ഒന്ന് ആകാൻ എളുപ്പം അങ്ങനെ ചെയ്യുന്നതാണ്. ഇപ്പം ഒത്തിരി അങ്ങനെ ഞെക്കുകയും ചെയ്യില്ല, അതൊക്കെ ഒരു ഇതോടെ ചൂടി ചെയ്യുക. ഇപ്പം അടുത്ത ഉരുളയാക്കി, ഇപ്പം ഉരുളയാക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ ഇതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത്രയും മതി, ഒത്തിരി അങ്ങ് ഇതാകുകയും ചെയ്യല്ലേ. നമ്മളിതുപോലെ കട്ട്ലറ്റിൻ്റെ നിങ്ങൾക്ക് ഇനിയും പല രൂപത്തിലാക്കണമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാനിപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇവിടെ എടുക്കുന്നത്. ചിലർ നീളത്തിലെടുക്കും, ചിലർ അല്ലാതെ ഇതുപോലെ എടുക്കും, ചിലർ ഹാർട്ട് ഷേപ്പിലെടുക്കും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ ദേ ഇവിടെ ഇങ്ങനെയാണ്
വീട്ടിൽ വേറെ അച്ചോ അല്ലെങ്കിൽ സാധനങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ കൈ കൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്നതാണ്. ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്കിത് മാറ്റാം. പോലെ നമ്മൾ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇനിയും ഇതിലെ ഓരോ ഉരുളയും നമ്മുടെ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഈ മിശ്രിതത്തിൽ മുക്കിയിട്ട് ഇത് നമ്മൾ ബ്രെഡ് ക്രംസിലും അതുപോലെ റസ്കിൻ്റെ പൊടിയിലും മുക്കിയെടുക്കുക. അപ്പോൾ അതിനാണ് നമ്മളിനി പോകുന്നത്. അപ്പോൾ പാൻ ആദ്യം അടുപ്പിൽ വെക്കണം. അടുപ്പിൽ വെച്ച് ഇച്ചിരി എണ്ണ ഒഴിച്ച് ചൂടാക്കണം. എന്നിട്ട് അതിലാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ അല്പം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിനെ ഓരോ സാധനവും നമുക്ക് ഇതിനകത്ത് എടുത്ത് ഡിപ്പ് ചെയ്ത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം ആദ്യം ഒരു പീസ് എടുത്തു. അതിനെ ഞാൻ ജസ്റ്റ് ഈ മാവ് എടുത്ത് ഇതിനകത്തോട്ട് തന്നെ ഒന്ന് ഇട്ട് അപ്പോൾ തന്നെ നമ്മൾ എടുക്കുക. കയ്യിൽ അതിനകത്ത് ഇട്ടൊന്നും വെക്കരുത്. കാരണം ഒത്തിരി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതായി പോവും, വെള്ളം ആവും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. എന്നിട്ട് ഇതിലേക്ക് ആ ബ്രെഡിൻ്റെ ക്രംസിൻ്റെ റസ്കിൻ്റെ പൊടിയിലാണ് ആദ്യം ഞാൻ ഇതാക്കുന്നത്. അതിനുശേഷം ബ്രെഡിൻ്റെ പൊടിയിലേക്ക് ഇത് ഇട്ട് നമ്മൾ ഇതുപോലെ മുക്കിയെടുക്കുക. ഫുൾ എല്ലാ സൈഡും ഒക്കെ നമ്മൾ അതുപോലെ ആക്കിയെടുക്കുക. അതിന് ശേഷം ഇപ്പം പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ഗ്യാസിൽ എന്നിട്ട് ചൂടായെങ്കിൽ തീ കുറച്ചിടുക. തീ കുറച്ചിട്ടതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഓയിലിൽ കിടന്ന് വേണം ഇതൊന്ന് മൊരിഞ്ഞ് നമുക്ക് കിട്ടാൻ. അതുകൊണ്ട് ആ ഒരു പരുവത്തിന് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ഓയിൽ ഒഴിച്ചു കൊടുത്തൊന്ന് ഇളക്കി വിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഡിപ്പ് ചെയ്ത സാധനം ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. കണ്ടോ? അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ ഇതും നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കിഴങ്ങ് നമ്മൾ പുഴുങ്ങിയെടുക്കുമ്പം വെള്ളത്തിൻ്റെ അംശം അതിൽ ഒത്തിരി ഉണ്ടാകാതെ ആ രീതിയിൽ അത് നമ്മൾ ചെയ്തെടുക്കണം. പിന്നെ ഇത് ഡിപ്പ് ചെയ്തെടുക്കുമ്പോഴും പെട്ടെന്ന് മുക്കി ഇത് എടുക്കുക. ഒത്തിരി നേരം വെച്ചോണ്ടിരിക്കില്ല. പിന്നെ റസ്കിൻ്റെ പൊടിയിലേക്ക് നമ്മൾ ഇത് മിക്സ് ചെയ്യുക. പിന്നെ ബ്രെഡിൻ്റെ ക്രംസിലേക്ക് ഇതുപോലെ ഡിപ്പ് ചെയ്ത് മുക്കിയെടുക്കണം. ഇതുപോലെ എന്നിട്ട് ഇതിനെ നമ്മൾ ഈ പാനിലേക്ക് വെച്ച് കൊടുക്കുക. നമ്മൾ ചെയ്ത പോലെ തന്നെ ഒന്നുകൂടി കാണിച്ചു തരാം. ആദ്യം ഇവിടുന്ന് ഒരെണ്ണം എടുക്കുക. എടുത്തിട്ട് നമ്മൾ ഈ മാവിലേക്ക് ഇതിങ്ങനെ മുക്കി പൊക്കി എടുക്കുക. എന്നിട്ട് റസ്കിൻ്റെ പൊടിയിലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താലും മതി. ഇത് ഫുൾ സൈഡാണെങ്കിലും എല്ലാം ഒന്ന് പറ്റണം അതിൻ്റെ. എന്നിട്ട് ബ്രെഡിൻ്റെ പൊടിയിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ പാനിലേക്ക് വെച്ച് കൊടുക്കുക. ആ 3 എണ്ണം ആദ്യം നമുക്ക് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഇതിവിടെ ഫ്രൈ ആയി വരുന്നുണ്ട്. ആദ്യം അടിയിൽ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് മോൾവശവും ഒക്കെ ആക്കിയെടുക്കാം. ആദ്യം താഴത്തെ സൈഡ് ആയി വരട്ടെ. ഫ്ലെയിം കുറച്ചിട്ട് ചെയ്യുക, അല്ലെ കരിയുവേ. അതുകൊണ്ട് ഫ്ലെയിം കുറച്ചിട്ട് വേണം നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഞാൻ ആദ്യം 3 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശരിക്കും നമുക്ക് ഈ സൈഡിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് കാണാം. കണ്ടോ? അതൊന്ന് നന്നായിട്ടാകണം, ഒന്ന് മുരിഞ്ഞ് വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. തീ ഒത്തിരി കൂട്ടിയിട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോവേ. അതുകൊണ്ടാണ് തീ കൂട്ടിയിടരുതെന്ന് പറഞ്ഞത്. ഫ്ലെയിം കുറച്ചിട്ട് തന്നെ ചെയ്യുക. നമുക്കായി കിട്ടണ്ടേ. 2 സൈഡിൽ എണ്ണയുടെ ഇത് വരണമല്ലോ. അപ്പോൾ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ നേരെ ഒരു സൈഡ് തന്നെയായിരുന്നു വെന്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കിനി മറ്റേ സൈഡും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ 2 സൈഡും നല്ലവണ്ണം മുരിഞ്ഞ് കണ്ടോ? ഇങ്ങനെ മുരിച്ച് എടുത്തിട്ടുണ്ട്. ഇത് ഓൾറെഡി എല്ലാ കഷ്ണങ്ങളും വെന്താണല്ലോ. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് 2 സൈഡും ഒന്ന് ആക്കി എടുത്താൽ മതി.
അല്ലാതെ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യം വരുന്നില്ല. നല്ലതാണ് ഇത്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലറ്റ്. പിന്നെ ഷേപ്പൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ ഇതനുസരിച്ചിട്ട് വെക്കുക. അപ്പം ഞാനിപ്പോൾ ഇത് കൈകൊണ്ട് ചെയ്തതാണ്. അപ്പം ഇതുപോലെ എല്ലാം നമുക്ക് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റിയാണ്. വളരെ കുറച്ച് ഓയിൽ മാത്രമേ ഒഴിച്ചിട്ടാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. കാരണം ഒത്തിരി ഓയിലിൻ്റെ ഇത് വേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം നമ്മുടെ കട്ട്ലറ്റ്. അപ്പം ഞാനെല്ലാം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒഴിച്ച് മുക്കി ഡിപ്പ് ചെയ്ത് ഈ പാനിൽ ഓയിലൊഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആദ്യം അടിവശം ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് മോൾവശം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പം ആദ്യം ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. ഇതുപോലെ എല്ലാം നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കുക. കട്ട്ലറ്റ് എല്ലാം ഇവിടെ പ്രിപ്പയർഡ് ആയിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റിയാണ്. പിന്നെ നമ്മൾ എഗ്ഗോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് അതനുസരിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റിയാണ്. നമ്മൾ ഇതുപോലെ വെജിറ്റേറിയൻസൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല വെജ് കട്ട്ലറ്റാണ്. കുഞ്ഞുങ്ങൾക്ക് ചോറിൻ്റെയൊക്കെ കൂട്ടത്തിൽ കൊടുത്തു വിടാനായിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയാൽ കൊടുത്തു വിടാൻ പറ്റും. ഇവിടെ എൻ്റെ മോന് ഒത്തിരി ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു വിടുന്നത്. അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീണ്ടും ഞാനൊരു പുതിയ വീഡിയോയുമായി വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.